Okay. സോ ഇപ്പം നമുക്ക് ലാബ് പീരീഡ് ആണുള്ളത്. അപ്പം ഓൺലൈൻ വഴി ലാബ് ചെയ്യാൻ പറ്റൂല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് ഏകദേശം ഈസി നമ്മുടെ സിലബസിലുള്ളത് എഞ്ചിനീയറിംഗ് ഫിസിക്സ് സിലബസിലുള്ള പറഞ്ഞിരിക്കുന്നത് ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ്, ഒരുപാട് ലാബ് എക്സ്പെരിമെൻറ്റ്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു 8 എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രീവിയസ് കഴിഞ്ഞ ബാച്ചിലൊക്കെ കുട്ടികൾ ചെയ്ത് 8 എക്സ്പെരിമെൻ്റ് ആണ് നോക്കിയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇന്നെന്തായാലും ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഒരു എക്സ്പെരിമെൻ്റ് എടുക്കും. തിയറി ഒന്നും വലുതായിട്ട് പറയുന്നില്ല, കാരണം അതിൻ്റെ പിന്നിലെ ഫിസിക്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയമാണ്. അത് ഭയങ്കര ബുദ്ധിമുട്ടാവും അറിയാം. പക്ഷേ നമ്മൾ അതെങ്ങനെയാണ് എക്സ്പെരിമെൻ്റ് ചെയ്യേണ്ടത് എന്നാണ് പറയാൻ പോകുന്നത്. ഇനി ലോക്ക്ഡൗൺ ഒക്കെ മാറിക്കഴിയുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ വരാൻ പറ്റിയില്ലെങ്കിലും ഓൺലൈനായി ഇപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് സ്ട്രീം ചെയ്ത് കാണിക്കാൻ ചിലപ്പോൾ പറ്റും. അതായത് ലാബിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതെന്നൊക്കെ. അതായത് ഞങ്ങൾക്കും കൂടി കോളേജിൽ പോകാൻ പറ്റുന്ന ഒരു സമയത്ത്. ഓക്കെ, അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു എക്സ്പെരിമെൻ്റ് നിങ്ങളെ പരിചയപ്പെടുത്താണ്. ഓക്കെ, ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് ആണ് പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് 2. അപ്പം ഫസ്റ്റ് തിങ്, എന്തുകൊണ്ടാണ് പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് 2? ബിക്കോസ് പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് 1 എന്ന് പറഞ്ഞ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനുണ്ട്. പക്ഷേ ഇത് പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് 2 എന്നൊരു എക്സ്പെരിമെൻ്റ് ആണ് നിങ്ങളുടെ പ്രീവിയസ് ബാച്ച് ആദ്യം ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ ആദ്യമായിട്ട് എടുത്തത്. സോ വാട്ട് ഈസ് ദ എയിം ഓഫ് എക്സ്പെരിമെൻറ്റ്? എയിം ഓഫ് എക്സ്പെരിമെൻറ്റ് ഈസ് ടു ഡിറ്റർമൈൻ ദ വേവ് ലെങ്ത് ഓഫ് ലേസർ സോഴ്സ് യൂസിങ് ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ്. നമ്മളൊരു ലേസർ സോഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. സോ സി ദി apparatus used in this experiment are laser source, plane transmission grating holder, screen, etc. So the main aim of the experiment is to determine the wavelength of the laser source. നമ്മൾ ഉപയോഗിക്കുന്ന ലേസർ സോഴ്സിന്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ ഓക്കെ, സോ എന്താണ് ഒരു ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ്? വാട്ട് ഈസ് എ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഓൾറെഡി നിങ്ങൾ പ്ലസ് ടു എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താ ഒരു ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ്? ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് ഒരു ഡെഫിനിഷൻ പറയുന്നത് വെച്ചാൽ we can say that diffraction grating, it is a large number of parallel closely spaced slits constitute a diffraction grating. അതായത് നമുക്കൊരു we have a piece of glass and we have a parallelly arranged lines. We can say this is parallelly arranged lines or parallelly arranged slits. ഒന്നെങ്കിൽ ഇതൊരു പാരലി അറേഞ്ച്ഡ് ഒപ്പാക് ലൈൻസ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ പാരലി അറേഞ്ച്ഡ് ട്രാൻസ്പാരന്റ് ലൈൻസ് ആണെന്ന് പറയാം, ഓർ സ്ലിറ്റ്സ് ആണെന്ന് പറയാം. സോ ഈ slits or small slits are arranged parallel on any object in a glass or any transparent objects, we can say that is a diffraction grating. It's a diffraction grating. So നമ്മൾ ഇതിൻ്റെ പിന്നിലെ ഫിസിക്സ് പറയുകയാണെങ്കിൽ, മെയിൻ കോർ തിയറി പറയുകയാണെങ്കിൽ അത് നിങ്ങൾ അടുത്ത മൊഡ്യൂളിൽ പഠിക്കും. സോ മെയിൻ ഇതിൻ്റെ പിന്നിലെ തിയറി പറയുകയാണെങ്കിൽ ഫസ്റ്റ്ലി നമ്മൾ എന്താണ് കോർപ്പസ്കുലർ തിയറി ഓഫ് ലൈറ്റ് പഠിക്കേണ്ടി വരും, ഹൈജൻസ് തിയറി ഓഫ് ലൈറ്റ് പഠിക്കേണ്ടി വരും, വേവ് തിയറി ഓഫ് ലൈറ്റ് പഠിക്കേണ്ടി വരും, ഹൈജൻസ് തിയറി പഠിക്കേണ്ടി വരും, സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ പഠിക്കണം. വി വാണ്ട് ടു ലേൺ ദ സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ ഓഫ് light or waves. And next thing we want to learn is the interference. What do you mean by the interference of light? And അടുത്തായിട്ട് നമ്മൾ ചിലപ്പം നിങ്ങൾ ഓൾറെഡി പ്ലസ് ടു പഠിച്ചൊരു സാധനം പഠിക്കേണ്ട യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും യങ്സ് ഡബിൾ സ്പ്ലിറ്റ് എക്സ്പെരിമെന്റ്. അതായത് ഇതൊരു ഡച്ച് ഫിസിസ്റ്റാണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ കോൺസിക്യൂട്ട് ആയിട്ട് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ഫ്രിഞ്ചസ് നിങ്ങൾ ഓൾറെഡി ചിലപ്പം ചെയ്ത എക്സ്പെരിമെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ തിയറി പഠിച്ചിട്ടുണ്ടാകും. സോ ഇത്രയും തിയറി ഡിസ്കസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഡിഫ്രാക്ഷൻ ഗ്രേറ്റിങ്ങിൻ്റെ കോർ തിയറിയിലേക്ക് എത്തൂ. ആൻഡ് ഇറ്റ് ഈസ് വെരി കോംപ്ലക്സ്. നമുക്ക് ഒരു ഡിഫ്രാക്ഷൻ ഗ്രേറ്റിങ്ങിൻ്റെ തിയറി, നമുക്ക് ഇക്വേഷൻ വളരെ സിമ്പിളാണ്, പക്ഷേ അതിന് വലിയ തിയറി പറയുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വരണം. അതുകൊണ്ട് തന്നെ ഈ ഒരു 2 പീരീഡ് കൊണ്ട് ഡിഫ്രാക്ഷൻ ഗ്രേറ്റിൻ്റെ തിയറി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട്, അല്ലെങ്കിൽ
superposition principle. We want to learn about phase difference, path difference. സോ ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് പിന്നെ ഒന്നിച്ച് അങ്ങോട്ട് കൺവേ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനോ പറ്റില്ല. സോ ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ഹൗ ടു ഡു ദിസ് എക്സ്പെരിമെന്റ്, എങ്ങനെ ഈ എക്സ്പെരിമെന്റ് ചെയ്യാം, ഈ എക്സ്പെരിമെന്റ് എന്തൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് മാത്രമാണ്. ഇതിന്റെ മേലെ തീരെ നിങ്ങൾ അടുത്ത മൊഡ്യൂൾ പഠിക്കും. സോ ഡോണ്ട് ബോദർ അബൌട്ട് ഇറ്റ്. ഓക്കെ, സോ for the first apparatus we need to do this experiment is a laser source. നമുക്കൊരു ലേസർ സോഴ്സ് വേണം. വൈ ലേസർ സോഴ്സ്? എന്തുകൊണ്ടാണ് ലേസർ സോഴ്സ്? ബിക്കോസ് one thing we know about laser sources, it is monochromatic. Laser will emit light with a single wavelength. Laser emit ചെയ്യുന്ന light single wavelength ആയിരിക്കും. So monochromatic ആയിരിക്കും, and it will act as a coherent source. ഇതിൽ നിന്ന് പോകുന്ന എല്ലാ waveletറ്റുകളും it will have same frequency and same amplitude. So we can say it is a coherent source. Okay, so monochromatic source, and we incident this light into a diffraction grating. നമ്മൾ diffraction grating ലൈറ്റിനെ നോർമൽ ഇൻസിഡന്റ് ചെയ്യും. നോർമൽ ഇൻസിഡന്റ് നമ്മൾ ആംഗിൾ ഡയറക്ട്ലി നോർമൽ പെർപെൻഡിക്കുലർ incident we incident the light from the laser source to the diffraction grating normally. What happens? We get a fringe, dark and bright spots. We get a consecutive bright spot in the screen placed at a set distance from the diffraction grating. നമ്മൾ ലൈറ്റ് ലേസർ സോഴ്സ് എന്നുള്ള മോണോക്രോമാറ്റിക് ലൈറ്റ് ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗിൽ ഇൻസിഡന്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു സെറ്റ് ഡിസ്റ്റൻസ്, ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് ഒരു സെറ്റ് ഡിസ്റ്റൻസ് നമ്മളിവിടെ ഒരു സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ വി ഗെറ്റ് നമുക്ക് കോൺസിക്യൂട്ടീവ് ആയിട്ട് ബ്രൈറ്റ് സ്പോട്ട് കിട്ടും. ദാറ്റ് മീൻസ് ഇടയ്ക്ക് ഡാർക്ക് സ്പോട്ട്സ് ആണ്, പക്ഷേ ഡാർക്ക് സ്പോട്ട് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റില്ല. വി ഓൾറെഡി സീ ബ്രൈറ്റ് സ്പോട്ട്. കോൺസിക്യൂട്ടീവ് ആയിട്ട് ബ്രൈറ്റ് സ്പോട്ട്സ് കിട്ടും. ഇത് നമുക്ക് ദിസ് ഈസ് ദ റിസൾട്ട് വി ഗെറ്റ് ഇൻ എക്സ്പീരിയൻസ്. സോ there's a question വിലകൾ വൈ, എന്തുകൊണ്ടാണ്? സോ വൈ എന്നുള്ളതിന് ഉത്തരം നമ്മൾ അടുത്ത മൊഡ്യൂൾ ഇതിന്റെ തിയറി കോറായിട്ട് പഠിക്കും. ബിക്കോസ് ദ ബേസിക് റീസൺ ഫോർ ദിറ്റ് ഈസ് ദ വേവ് നാച്ചർ ഓഫ് ലൈറ്റ് ആൻഡ് ഡിഫ്രാക്ഷൻ. അതായത് ഈ ഓരോ ഹോളിൻ്റെയും എൻഡിൽ ഡിഫ്രാക്ഷൻ ഉണ്ടാവും, ബെൻഡിങ് ഓഫ് ലൈറ്റ് ഉണ്ടാവും. സോ അതൊക്കെയാണ് ഇവിടെ ഡിഫ്രാക്ഷൻ പാറ്റേൺ നമുക്ക് കാണാനുള്ള കാരണം. സോ ഐ ഡോണ്ട് വാണ്ട് ടു ഡിസ്കസ്, ഇപ്പം അത് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. സോ വി ഗെറ്റ് ദി ബാൻഡ് ഓഫ് ലൈറ്റ് കിട്ടും. അതായത് കോൺസിക്യൂട്ട് ആയിട്ട് ബ്രൈറ്റ് ഫ്രിഞ്ചസും ഒരു സെൻട്രൽ ബ്രൈറ്റ് സ്പോട്ടും കിട്ടും. ആൻഡ് ദ ഫസ്റ്റ് ബ്രൈറ്റ് സ്പോട്ട് ഫ്രം ദി സെൻട്രൽ സ്പോട്ട് ഈസ് നെയ്മഡ് as n is equal to 1. It is the first bright spot, and n is equal to 2 represent the second bright spot. Okay, so അനലൈസ് ദ ട്രിഗണോമെട്രി. സോ ഈ ഇങ്ങനെ ഒരു പിക്ചർ കാണുമ്പോൾ, ഇങ്ങനെ ഒരു അപ്പാരറ്റസിന്റെ സെറ്റപ്പ് ആണ്, നമുക്ക് ബേസിക് ട്രിഗണോമെട്രി വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം, വാട്ട് ഈസ് ടാൻ തീറ്റ? What is tan theta 1? Take tan theta 1. Take this as a right angle triangle ABC. We can say tan theta 1 is equal to opposite side by adjacent side. It is defined as tan function x1 by z. Okay. What is theta 1? Theta 1 is the angle between the first bright spot and the central spot. And x1 is the, what is the x1? X1 is the distance between central spot and n equal to 1 bright spot. Central fringe or n is equal to n1 first fringe. ഫസ്റ്റ് ഫ്രിഞ്ചും സെൻട്രൽ ബ്രൈറ്റ് സ്പോട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ ഫ്രിഞ്ച് വിടുത്തിനെയാണ്, ഫ്രിഞ്ച് വിടുത്തല്ല, ആ ഫ്രിഞ്ചിലേക്കുള്ള ഡിസ്റ്റൻസിനാണ് x1 എന്ന് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു ട്രിഗണോമെട്രി നമുക്ക് tan theta 1 equal to x1 by z എന്ന് പറയാൻ പറ്റും. ഓൾസോ കൺസിഡർ ദിസ് ട്രയാങ്കിൾ AB, consider this as D. So from this triangle we can write tan theta 2 equal to x2 by z, because this is the whole length x2, this is the whole length opposite side from this angle theta 2. This is the angle theta 2. ഇതാണ് മൊത്തം ആംഗിളാണ് theta 2. അങ്ങനെ വരുമ്പോൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ADB യിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ട്രിഗണോമെട്രിക് റിലേഷൻ tan theta 2 equal to x2 by z. Okay. And ഇങ്ങനൊരു ഗ്രേറ്റിംഗ്, അതായത് ഇങ്ങനെ ഒരു ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് ലൈറ്റ് ലേസർ സോഴ്സ് നോർമൽ ഇൻസിഡൻറ്റ് ചെയ്യുകയാണെങ്കിൽ ബ്രൈറ്റ് സ്പോട്ട് കിട്ടാനുള്ള കണ്ടീഷൻ, ദ കണ്ടീഷൻ ഫോർ ബ്രൈറ്റ് ഫ്രിഞ്ച് ഈസ് ഗിവൺ ബൈ സൈൻ തീറ്റ ഈക്വൽ ടു n lambda. Okay.
നമ്മുടെ ലാബ് മാനുവൽ വെച്ച് തന്നെ പറയാം. സോ when light incident normally on a plane transmission grating, the wavelength of that light is related to order of fringe is given by sin theta equal to n and lambda, where this theta is the angle. We already defined theta. What is the theta? Theta is the angle which makes between the central spot and the which bright spot, which order bright spot. If n equal to 1, it is the angle between the first order bright spot and the central spot. So theta is the angle of diffraction, and lambda is the wavelength of the laser we use, and the n is the order of fringe. Which fringe we are talking about? നമ്മൾ ഏത് ഫ്രിഞ്ചിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? If first spot, if നമ്മൾ ആദ്യത്തെ, for example, if we talk about the n is equal to 1 spot, we can say n equal to 1. If we're talking about the bright spot in this position D, then we can put n equal to 2. Okay, so we can write this equation sin theta equal to n and lambda. നമ്മളത് ഏതിൽ ഇക്വേഷനാണ് മെയിൻലി ഈ ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്ത് വരുന്നത്? We know from Young's double slit experiment, the condition for bright spot, we know d sin theta equal to m lambda. It is the common equation. നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ d sin theta equal to n lambda എന്നുള്ള ഓൾറെഡി അറിയാവുന്ന ഇക്വേഷനാണ്. ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്തിട്ടാണ് sin theta equal to this n and lambda. And what is the n? This capital N is the number of lines per meter of the grating. സോ ഓൾറെഡി അതായത് ഗ്രേറ്റിങ്ങിൽ ഒരു മീറ്റർ ഡിസ്റ്റൻസിലുള്ള ഗ്രേറ്റിംഗ് എത്ര സ്ലിറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ എത്ര ഒപ്പാക് ലൈൻസ് ഉണ്ടാവും, അതിനെയാണ് ദാറ്റ് ഈസ് കോൾഡ് എൻ. സോ ദ കണ്ടീഷൻ ഫോർ ദി ബ്രൈറ്റ് സ്പോട്ട് ഇസ് ഗിവൺ ബൈ സൈൻ തീറ്റ ഈക്വൽ ടു n ലാംഡ. So if n equal to 1 for the first order spot, we can write sin theta 1 is equal to, here n is equal to lambda, so capital N lambda 1. And rearranging this equation, we got lambda 1 is equal to sin theta 1 by n. Similarly, for second order fringe, mainly നമ്മൾ സ്ക്രീൻ നോക്കുക. If we take the screen and we are talking about this n is equal to the fringe, if the bright spot at the position D, അതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ അറ്റ് ദാറ്റ് പൊസിഷൻ ഇറ്റ് ഈസ് സെക്കൻഡ് ഓർഡർ ഫ്രിഞ്ച്, അല്ലെങ്കിൽ സെൻട്രൽ സ്പോട്ടിൽ നിന്നുള്ള രണ്ടാമത്തെ ഫ്രിഞ്ച് ആണിത്. So we can put n is equal to 2. So from the main equation, we can write sin theta 2 is equal to n lambda or 2n lambda 2. That gives lambda 2 equal to, rearranging this equation, we get lambda 2 is equal to sin theta 2 by 2n. Okay. So what we are talking about? നമ്മൾ ഇത്ര നേരം പറഞ്ഞത്, അതായത് കണ്ടീഷൻ ഫോർ ബ്രൈറ്റ് സ്പോട്ട് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ കണ്ടീഷൻ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു n lambda. For n is equal to 1 spot, we have sin theta 1 is equal to n lambda 1. We are putting this n is equal to 1 here. Okay, for n is equal to 2. So here we can write lambda 1 equal to, from this equation we can write lambda 1 is equal to sin theta 1 by n. Okay. And also for n is equal to 2, we can write sin theta 2 is equal to, theta 2 is the angle made by the second order fringe with the central spot. So sin theta 2 equal to 2n lambda 2. So we can write lambda 2 is equal to sin theta 2 divided by 2n. And we already know that we already defined theta 1 as, or tan theta 1 as x1 by z. That means theta 1 is equal to tan inverse x1 by z. Or similarly, theta 2 can be written as tan inverse x2 by z. So we are measuring this x1 and z. Okay,
സോ നമ്മൾ എക്സ്പെരിമെന്റിൽ ആകെ ചെയ്യുന്ന കാര്യത്തിലുള്ളൂ. വി ആർ മെഷറിംഗ് ദിസ് ഡിസ്റ്റൻസ്. വി ആർ ഇനീഷ്യലി മെഷറിംഗ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് ആൻഡ് ദ സ്ക്രീൻ ഓർ ദ സെൻട്രൽ സ്പോട്ട്. ടേക്ക് ദിസ് എസ് സെഡ്. അതാദ്യം മെഷർ ചെയ്തു. ദെൻ വി ആർ മെഷറിംഗ് ദ ഡിസ്റ്റൻസ്, ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. ഇഫ് ഇറ്റ് ഈസ് എ വെർട്ടിക്കൽ ബാൻഡ്, അതായത് മുകളിൽ നിന്ന് താഴോട്ടാണ് നമുക്ക് സ്പോട്ട് ഒരു ബാൻഡ് കാണുന്നെങ്കിൽ വി ആർ മെഷറിംഗ് ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻട്രൽ സ്പോട്ട് ആൻഡ് ദ ഫസ്റ്റ് ഓർഡർ സ്പോട്ട്, ആൻഡ് വി mark it as x1. We are measuring this. So from this z and x1 we can calculate with the what is the value of theta 1. Similarly, we are measuring the for the second order spot, we measure this value x2 and z. അതായത് ആദ്യം ചെയ്യുന്നു നമ്മൾ n equal to 1 എന്നുള്ള ആദ്യം നമ്മൾ സെൻട്രൽ സ്പോട്ടിൽ നിന്ന് മുകളിലോ താഴെയോ ഉള്ള ആദ്യത്തെ സ്പോട്ട് മാർക്ക് ചെയ്യുന്നു, സെൻട്രൽ സ്പോട്ടിലേക്ക് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നു. നമ്മൾ സെഡ് ഓൾറെഡി മെഷർ ചെയ്താണ്, അപ്പോൾ നമുക്ക് തീറ്റ 1 എന്നുള്ള വാല്യൂ കിട്ടുന്നു. തീറ്റ 1 ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് x1 ബൈ z. സിമിലർലി നമ്മൾ x2 മെഷർ ചെയ്യുന്നു, നമുക്ക് സെഡ് അറിയാം. സോ വി ക്യാൻ കാൽക്കുലേറ്റ് തീറ്റ 2 വിത്ത് ദിസ് ഇക്വേഷൻ, അതായത് തീറ്റ 2 ഈക്വൽ ടു tan ഇൻവേഴ്സ് x2 ബൈ z. സോ വി ഗെറ്റ് ഫ്രം ദിസ്, നമുക്ക് അപ്പോൾ എക്സ്പെരിമെന്റിൽ മെഷർ ചെയ്യും, നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടി, തീറ്റ 1ഉം തീറ്റ 2ഉം കിട്ടി. സോ യൂസിങ് ദ വാല്യൂസ് ഓഫ് തീറ്റ 1 ആൻഡ് തീറ്റ 2, തീറ്റ 1 നമ്മളിപ്പോൾ ഓൾറെഡി മെഷർ ചെയ്ത് x1ഉം x2ഉം വെച്ച് നമ്മൾ തീറ്റ 1ഉം തീറ്റ 2ഉം കാൽക്കുലേറ്റ് ചെയ്തു. യൂസിങ് ദാറ്റ് തീറ്റ 1 ആൻഡ് തീറ്റ 2 വാല്യൂ വി ആർ മെഷറിംഗ് വി ആർ കാൽക്കുലേറ്റിംഗ് തീറ്റ ലാംഡ 1 ആൻഡ് ലാംഡ 2. നമ്മൾ ലാംഡ 1 എന്ന വേവ് ലെങ്ത്, ലാംഡ 2 എന്ന വേവ് ലെങ്ത് കാണും. ആൻഡ് given and n the number of lines per meter in the diffraction grating should be given in the experiment. So if we know theta 1 and theta 2, നമുക്ക് lambda 1 lambda 2 കിട്ടണം. So in order to experiment to be consistent, കാരണം ഒരു സിംഗിൾ വേവ് ലെങ്ത് ആണ് നമ്മൾ ലേസർ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് ഇൻസിഡന്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെന്റും നമ്മൾ ചെയ്യുന്ന if the our performance is correct, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ലാംഡ 1 ലാംഡ 2 ഈക്വൽ കിട്ടണം. കാരണം വി ആർ യൂസിങ് ഒരു സിംഗിൾ മോണോക്രോമാറ്റിക് ലൈറ്റ് ആണ്. വേവ് ലെങ്ത് ലാംഡ 1 ലാംഡ 2 ഈക്വൽ ഒരു ലേസർ സോഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. സോ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് പ്രൊസീജിയറാണ്. അത് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ആ ഫിഗർ വെച്ച് പറഞ്ഞ കാര്യമാണ്. ഓക്കെ, ടാൻ തീറ്റ ഈക്വൽ എക്സ് ബൈ സെഡ്. തീറ്റ 1 വിളിച്ചു, തീറ്റ 2 വി ഫൈൻഡ് തീറ്റ 1 ആൻഡ് തീറ്റ 2. സോ ദിസ് ഈസ് ദ ടേബിൾ വി വാണ്ട് ടു ഫിൽ. നമ്മൾ ഫിൽ ചെയ്യേണ്ട ഒബ്സർവേഷൻ ടേബിളാണ്. നമ്പർ ഓഫ് ഗ്രേറ്റിംഗിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടാവും, ഓൾറെഡി ഗ്രേറ്റിംഗിൽ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, സോ വി ആർ ഈ കോളത്തിൽ ഓർഡർ ഓഫ് സ്പെക്ട്രം എഴുതണം. അതായത് നമ്മൾ എത്രാമത്തെ ഓർഡർ സ്പെക്ട്രമാണ് റെഫർ ചെയ്യുന്നത്. ഇഫ് n ഈസ് ഈക്വൽ ടു 1, ആ സ്പോട്ടും ആ ബ്രൈറ്റ് സ്പോട്ട് n ഈക്വൽ ടു 1 ബ്രൈറ്റ് സ്പോട്ടും സെൻട്രൽ സ്പോട്ട് നമ്മൾ ഡിസ്റ്റൻസ് ഇവിടെ x1 എഴുതും. z നമുക്കറിയാം, ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗും സെൻട്രൽ സ്പോട്ട് നമ്മുടെ ഡിസ്റ്റൻസ്, ഡയറക്റ്റ് ഡിസ്റ്റൻസ്, സ്ക്രീൻ നമ്മുടെ ഡിസ്റ്റൻസ്. സോ ഇതിൽ നിന്ന് നമുക്ക് ടാൻ ഇൻവേഴ്സ് x1 ബൈ z നിന്നും തീറ്റ 1 കിട്ടും. തീറ്റ 2 സിമിലർലി n ഈക്വൽ ടു 2 തീറ്റ 2 ടാൻ ഇൻവേഴ്സ് x2 ബൈ z കിട്ടും. ആ തീറ്റ 1ന്റെയും തീറ്റ 2ന്റെ വാല്യൂവിൽ നിന്ന് നമ്മൾ യൂസിങ് ദ ഇക്വേഷൻ, ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട്, അതായത് ലാംഡ 1ന്റെയും ലാംഡ 2ന്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ തീറ്റ 1ഉം തീറ്റ 2 നമുക്ക് ഓൾറെഡി അറിയാലോ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തല്ലോ x1ഉം z ഉപയോഗിച്ചിട്ട്. നമുക്ക് അങ്ങനെ ലാംഡ 1 ലാംഡ 2 കിട്ടും. അവസാനം ഈ ലാംഡ 1ന്റെ ലാംഡ 2ന്റെ ഒരു മീൻ വാല്യൂ എടുക്കുക, write it as result. So we can write the lambda, take the mean value between lambda 1 and lambda 2 and write it as result as the wavelength of the given laser light. So ഇതാണ് എക്സ്പെരിമെന്റ്. ഒന്നും കൂടി വേണം സിമ്പിൾ ആയിട്ട് പറയാം. പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് 2 എന്നാണ് എക്സ്പെരിമെന്റിന്റെ പേര്. ഗെയിം എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ലേസറിന്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കുക. സോ നമ്മളൊരു ഗ്രേറ്റിംഗിലേക്ക് ലൈറ്റ് ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കോൺസിക്യൂട്ടീവ് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് സ്പോട്സ് ഫ്രിഞ്ചസ് കിട്ടും, ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് സ്പോട്സ് കിട്ടും. സോ വി ആർ ഡൂയിങ്, നമ്മൾ ആകെ ചെയ്യുന്ന കാര്യം വി ആർ മെഷറിംഗ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് ആൻഡ് ദ സ്ക്രീൻ, perpendicular distance, and the distance between the first order spot and central spot and the second order spot and central spot. By that we are using the trigonometric equation tan inverse x by z. We are measuring theta 1ഉം theta 2ഉം നമ്മൾ മെഷർ ചെയ്തു. നമ്മുടെ കണ്ടീഷൻ ഓഫ് ബ്രൈറ്റ് ഫ്രിഞ്ച്, നമുക്കൊരു ബ്രൈറ്റ് ഫ്രിഞ്ച് കിട്ടാനുള്ള കണ്ടീഷൻ ഒരു ഡിഫ്രാക്ഷൻ ഗ്രേറ്റിന്റെ കേസിൽ വി നോ ദാറ്റ്, അതിൽ നമ്മൾ ലാംഡ 1 ലാംഡ 2 ഇക്വേഷനിൽ തീറ്റ 1ഉം തീറ്റ 2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ നമുക്ക് ലാംഡ 1 ലാംഡ 2 കിട്ടി, ആൻഡ് ഇറ്റ് ഷുഡ് ബി ഈക്വൽ, അല്ലെങ്കിൽ അതിന്റെ മീൻ വാല്യൂ എടുക്കുക,
റിസൾട്ട് എഴുതാം. റിസൾട്ട് എഴുതാം. വേവ് ലെങ്ത് ഓഫ് ഗിവൺ ലേസർ ലൈറ്റ് ഈസ് ദിസ്. അപ്പൊ പോരെ, ക്ലിയർ ആയില്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പൊ ചോദിക്കാം, ചെയ്യുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിന്റെ തിയറിയെ കുറിച്ചോ. ഇതിന്റെ ഈ ഞാനിപ്പം പ്രസന്റ് ചെയ്ത ലാബ് മാനുവലിൽ ജസ്റ്റ് ഞാൻ PDF ജസ്റ്റ് ടൈപ്പ് ചെയ്താണ് നിങ്ങളെ പ്രീവിയസ് ബാച്ചിന്റെ ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇൻവേസ് ഷെയർ ചെയ്ത് തരാം. എന്തെങ്കിലും സംശയം നോക്കാം. അല്ലെങ്കിൽ ഒരുപാട് റിസോഴ്സ് ഇഷ്ടം റിസോഴ്സ് സാധനം അത് നോക്കാം. എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഡയറക്റ്റ് പേഴ്സണായിട്ട് എന്നെ ചോദിക്കാം. ഓക്കെ, പിന്നെ നമുക്ക് അറ്റൻഡൻസ് ചോദിക്കാം. അനസ് റോഷൻ CH. Present, sir. അനശ്വർ സുരേന്ദ്രൻ. ഓക്കെ. അനുഗ്രഹ്. Present, sir. അശ്വന്ത് C. Present. ധ്യാൻ. Present, sir. ഫാത്തിമ നദ. Present, sir. ഫാത്തിമത്ത് സഫ. Present, sir. ഫാത്തിമത്ത് സന. Present, sir. ജ്യോതിഷ് C. Present, sir. കൈലാസ്നാഥ് K. Present, sir. മുഹമ്മദ് മുവാദ് ഫറൂഖ് PP. 1 minute. മുഹമ്മദ് മുവാദ് ഫറൂഖ് PP. നിഹ ഷിരിൻ KP. Present, sir. നിഖിൽ ദാസ്. Present, sir. നിഖിൽ P. പ്രണവരാജ് K. Present. സായന്ത്. Present, sir. ഓക്കെ, അപ്പൊ അബ്സെന്റീസ് ഉള്ളത് അനശ്വർ സുരേന്ദ്രൻ, മുഹമ്മദ് മുവാദ് ഫറൂഖ്, നിഖിൽ P. കറക്റ്റ് അല്ലേ? ഓക്കെ, എന്നാൽ താങ്ക് യു.